ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. നിങ്ങൾ എന്തിനാ ഇനിയും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ അങ്ങ് മനസ്സിലാകുന്നില്ല. ഇന്ന് നിങ്ങൾ പ്രഭാവതി അമ്മയെ കൊല്ലാൻ നോക്കി. വിശാൽ സാർ പറയുന്നത് നിങ്ങളാണ് ഗായത്രി അമ്മയെ കൊന്നതെന്നാ. സത്യം പറഞ്ഞാൽ നിങ്ങളും ഇവിടെ താമസിക്കുന്ന ചന്ദ്രശേഖരനും ഒരാളാണെന്നറിഞ്ഞാലേ എന്നെയാകും ഇവിടുന്ന് എല്ലാവരും കൂടി അടിച്ചിറക്കാൻ പോകുന്നത്. അതൊക്കെ ഓർത്ത് എനിക്ക് പേടിയായിട്ട് വയ്യെന്ന് പാറു പറയുമ്പോൾ ശേഖരൻ പറയുകയാണ്, എന്താണെങ്കിലും ഞാൻ കാരണം മോളെ ഇവിടെന്ന് ആരും ഇറക്കി വിടാൻ പോകുന്നില്ല. പിന്നെ മോളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ എന്നെ കൊണ്ടിപ്പോൾ ആകില്ല. എന്റെ പേരിലെ കളങ്കം മാറ്റണം, അത് മാത്രമാ എന്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് ശേഖരൻ അകത്തേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖരനെതിരെ കംപ്ലൈന്റ് എഴുതുന്ന വിശാലിനെയാണ്. വിശാൽ സാറ് എന്തോ ഗൗരവമായ കാര്യമാണ് എഴുതുന്നതെന്ന് തോന്നുന്നല്ലോ. എന്താ അതെന്ന് പാറു ചോദിക്കുമ്പോൾ ശേഖര മേനോനെതിരെയുള്ള പോലീസ് കംപ്ലൈന്റ് ആണെന്ന് വിശാൽ പറയുന്നു. അതൊക്കെ വേണോ സാർ? നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തെന്നറിഞ്ഞാൽ അയാൾ വീണ്ടും ഉപദ്രവിക്കാൻ വരത്തല്ലേ ഉള്ളൂ എന്നൊക്കെ പാറു ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ഇന്നലെ അയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത് മുതൽ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അയാളെ കണ്ടെത്തണം. അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും വരികയാണ്. ശേഖരമേനോനെതിരെ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്നും അവിടുന്ന് പോലീസുകാർ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അമ്മ പറയണമെന്നും വിശാൽ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രഭാതി പറയുകയാണ്, എന്റെ മോനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ പോലീസിലൊന്നും കംപ്ലൈന്റ് കൊടുക്കണ്ട. ഇത് കേൾക്കുന്ന പാറു മനസ്സിൽ പറയുകയാണ്, ഇവര് കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ. തുടർന്ന് പാറു വിശാലിനോട് പറയുകയാണ്, എന്താണെങ്കിലും കംപ്ലൈന്റ് കൊടുക്കണം. അയാളെ പോലീസ് പിടിക്കട്ടെ, എന്നാലല്ലേ ഉള്ളൂ അയാള് പ്രഭാവതിയമ്മയെ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാൻ സാധിക്കൂ. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും പരിഭ്രാന്തിയോടെ പാറുവിനെ നോക്കുകയാണ്. വേണ്ട മോനെ, ഒന്നും വേണ്ട. ഇനി അതിന്റെ കാരണമൊന്നും എനിക്കറിയണ്ട. എന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ ധാരാളം. ഇനി ഇതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റും കൊടുക്കാൻ നിൽക്കണ്ട. അയാൾ മീഡിയക്കാരുടെ അടുത്തെന്ന് എന്തെങ്കിലും പറഞ്ഞാലേ നമുക്കും നമ്മുടെ കമ്പനിക്കും അത് നാണക്കേടാ. അത്രയും പറഞ്ഞുകൊണ്ട് വിശാൽ എഴുതിയ പരാതി വലിച്ചു കീറുകയാണ് പ്രഭാവതി. അങ്ങനെ പ്രഭാവതിയും പ്രതാപനും അവിടെ നിന്ന് പോകുമ്പോൾ ഈ കാഴ്ചയെല്ലാം കണ്ട് സംശയത്തോടെ നിൽക്കുകയാണ് പാറുവും വിശാലും. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും സുശീലയുമാണ്. ശേഖരൻ പ്രഭാവതിയെ കൊല്ലാൻ വന്ന കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും. എന്നാലും ആന്റി എന്താകും കേസൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? എന്താണെങ്കിലും കാണിച്ചത് ശുദ്ധ മണ്ടത്തരം തന്നെയാണെന്ന് സുശീലയും പറയുന്നു. അതേസമയം എന്തൊക്കെയോ ആലോചിച്ചിട്ട് ജാസ്മിൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നത് പ്രഭാവതി ആന്റിയും ശേഖരമേനോനും തമ്മിൽ എന്തോ രഹസ്യമുണ്ടെന്നാ. നമുക്കറിയാമല്ലോ ശേഖരനല്ല ഗായത്രിയമ്മയെ കൊന്നത് പ്രഭാവതിയാണെന്ന്. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കുടുക്കിയ പ്രഭാവതി ആന്റിയോട് പകരം വീട്ടാൻ തന്നെ അയാൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും അയാളെ കണ്ടെത്തണം ആന്റി. അതെന്തിനാണെന്ന് സുശീല ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അയാളെ നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചാലേ അത് നമുക്ക് നല്ലതായിരിക്കും. എന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാ പ്രഭാവതി ആന്റി. എന്നെങ്കിലും എനിക്കെതിരെ അതൊക്കെ വെച്ച് കളിക്കണമെന്ന് തോന്നിയാലോ? അപ്പോഴേ നമുക്ക് ആന്റിക്കെതിരെ കളിക്കാനായി ഒരാൾ വേണം, അതിനാണ് ശേഖരമേനോൻ. ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ്, നിന്റെ ബുദ്ധി കൊള്ളാലോ മോളെ. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള ചായ എടുക്കുന്ന പാറുവിനെയാണ്. അതേസമയം വിശാൽ പാറുവിൻ്റെ അടുത്തേക്ക് വരുന്നു. തുടർന്ന് ചായ കുടിച്ചുകൊണ്ട് വിശാൽ പറയുകയാണ്, പാർവതി, ഞാൻ നിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാനായി ഒരു 20 ലക്ഷം രൂപ തന്നില്ലേ, നീ പോയി അതെടുത്തോണ്ട് വാ. ഇപ്പം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് പാറു തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പണം എടുക്കാനായി മുറിയിലേക്ക് ചെന്ന് ഡ്രോ തുറക്കുമ്പോഴാണ് ആ പെട്ടി അവിടെ ഇല്ലെന്ന കാര്യം പാറു മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ചിരുന്ന പണമാണല്ലോ, അതാരെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് പാറു. എന്റെ ദേവി, വിശാൽ സാറിനോട് ഞാൻ ഇനി എന്ത് പറയും? ആ പൈസ ആരെടുത്തോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ അടുത്തേക്ക് വരുന്ന പ്രഭാവതിയെയും പ്രതാപനെയുമാണ്. മോനെ, ഉദ്ഘാടനത്തിന്റെ കാര്യമെല്ലാം എന്തായെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിശാൽ പറയുന്നു. അല്ല മോനെ, പൂജാരി ഏർപ്പാടാക്കിയിരുന്നോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യസമയത്ത് അദ്ദേഹം അവിടെ എത്തും. ഒരു കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ടെന്ന് വിശാൽ പറയുകയാണ്. അതേസമയം താഴേക്ക് വരുന്ന പാറു പറയുകയാണ്, വിശാൽ സാർ എന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച 20 ലക്ഷം രൂപ കാണുന്നില്ല. ഇത് കേൾക്കുന്ന വിശാല് ഞെട്ടലോടെ പാറുവിനെ നോക്കുമ്പോൾ പാറു പറയുകയാണ്, വിശാൽ സാർ തന്ന പെട്ടി അങ്ങനെ തന്നെ ഞാൻ ഡ്രോയിലേക്ക് വെച്ചതാ, ഇപ്പോൾ അത് അവിടെ കാണാനില്ല. തുടർന്ന് പ്രഭാവതി ചോദിക്കുകയാണ്, നീ അത് എവിടെയാ വെച്ചത്? ഞാൻ എൻ്റെ മുറിയിൽ തന്നെയാ വെച്ചത്, വേറെ എവിടെയും വെച്ചിട്ടില്ലെന്ന് പാറു പറയുന്നു. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും താഴേക്ക് വരികയാണ്. ഈ വീട്ടില് എൻ്റെ മുറിയിൽ ഞാൻ വെച്ചിരുന്ന പണം എങ്ങനെ കാണാതെ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പാറു പറയുകയാണ്. തുടർന്ന് സുശീല പറയുകയാണ്, ആ പണം വേറെ ആരെടുക്കാൻ, ഇവള് തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകും, എന്നിട്ട് ഇവിടെ വന്ന് നാടകം കളിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന പ്രതാപനും പ്രഭാവതിയും കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ പറയുകയാണ്, ദേ സുശീലാന്റി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അങ്ങനെ പണമൊന്നും എടുത്ത് മാറ്റിവെക്കേണ്ട കാര്യമൊന്നും പാർവതിക്കില്ല.
പിന്നെ ആ മുറിക്കകത്ത് കയറി ആര് പണം എടുക്കാനാണെന്ന് സുശീല ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ്, പണം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും, എല്ലാവരുടെയും മുറി നമുക്ക് പരിശോധിക്കാം. ഇത് കേൾക്കുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, അന്വേഷിക്കട്ടെ, എല്ലാ മുറിയിലും അന്വേഷിക്കട്ടെ, എന്നിട്ട് പല്ലവിയുടെ മുറിയിൽ നിന്നും പണം കിട്ടും. അവസാനം നാണം കെട്ട് ചേച്ചിയും അനിയത്തിയും കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. തുടർന്ന് പാറു പറയുകയാണ്, വേണ്ട, നിങ്ങൾ ആ പണം കണ്ടെത്താനേ മെനക്കെടേണ്ട ആവശ്യമില്ല, അതൊക്കെ എടുത്തയാളെ കൊണ്ട് തിരിച്ചു വെപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കേൾക്കുന്ന പ്രതാപനും പ്രഭാവതിയും പരിഭ്രാന്തിയോടെ പാറുവിനെ നോക്കുകയാണ്. എന്ത് വിദ്യയാ നീ കാണിക്കാൻ പോകുന്നതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാറു ഗാർഗിയോട് പറയുകയാണ്, ഗാർഗി, നീ അടുക്കളയിലേക്ക് ചെന്നിട്ട് ഒരു നാരങ്ങ എടുത്തിട്ട് വന്നേ. നാരങ്ങ വെച്ച് പണം വരുത്താനായി നീ എന്താ മായാജാലക്കാരിയാണോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ അതെ, ഇത് മായാജാലം തന്നെയാ, എന്റെ മുത്തശ്ശൻ എനിക്ക് പഠിപ്പിച്ചു തന്ന മായാജാലമെന്ന് പാറു പറയുന്നു. അതെന്താണെന്ന് എല്ലാവരും കണ്ടറിഞ്ഞാൽ മതിയെന്ന് പാറു പറയുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.